ഈ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നത് കൊണ്ട് ചിത്തഭ്രമമുണ്ടാകാം, മാനസിക രോഗങ്ങളുണ്ടാവാം, അവർക്ക് വിഭ്രമജനകമായ ചിന്തകളൊക്കെ ഉണ്ടാവാം, ഉത്കണ്ഠകൾ, ആകാംക്ഷകൾ. നമുക്ക് മാനസിക രോഗം വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ മാനസിക രോഗ സാധ്യത കൂട്ടുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. പല ക്രിമിനൽ ആക്ടിവിറ്റികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനേക്കാളേറെ ഇതിൽ അപകടമുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അനിയന്ത്രിത ലഹരി വസ്തുക്കളിൽ വളരെ വ്യാപകമായ തോതിൽ മായം കലർത്തും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ആ പദാർത്ഥത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല. അത് നമ്മുടെ രാജ്യത്ത് 1 കിലോ ഈ പ്രസ്തുത പദാർത്ഥത്തിന് ഏകദേശം 5.5 കോടി രൂപയോളം വിലയുണ്ടെന്നാണ് പറയുന്നത്. NCRBയുടെയൊക്കെ ഡാറ്റ അനുസരിച്ച്. ഈ 1.5 കിലോ വസ്തു ഒരാളുടെ കിട്ടുകയാണെന്ന് വിചാരിക്കുക. അയാൾ ഈ 1 കിലോയിൽ മായം കലർത്തി 1.5 കിലോ ആക്കുകയാണെങ്കിൽ ഈ മായം കലർത്താൻ വേണ്ടി അവർ ചിലപ്പോൾ പാറ്റാഗുളികയായിരിക്കും ഇടുന്നത്, ചിലപ്പോൾ ബാറ്ററി പൊടിയായിരിക്കും ഇടുന്നത്, ചിലപ്പോൾ വല്ല ഇലയോ മറ്റു സാധനങ്ങളോ ആയിരിക്കും ഇടുന്നത്, ചിലപ്പോൾ പൗഡറുമായിരിക്കും. ഇതൊക്കെ കലക്കിയെടുത്ത് ഞരമ്പുകളിലേക്ക് കുത്തിക്കയറ്റുകയോ വായിലൂടെ കഴിക്കുകയൊക്കെ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പോലും അറിയാത്ത സാധനങ്ങൾ കഴിക്കുന്ന അവസ്ഥയിലാണ്.